100ാമത് വാർഷികം ആഘോഷിക്കുന്ന ഭീമ ജ്വല്ലറി വർക്കലയിൽ ഗ്രാൻഡ് എക്സ്പോ ആൻഡ് സെയിൽ സംഘടിപ്പിച്ചു. വർക്കല പുത്തൻചന്ത കിങ്സ് ഓഡിറ്റോറിയത്തിലാണ് 3 ദിവസം നീളുന്ന എക്സ്പോ ആരംഭിച്ചത്. ഭീമ ജ്വല്ലറി ഡയറക്ടർ ഗായത്രി സുഹാസിന്റെ അധ്യക്ഷതയിൽ വർക്കല നഗരസഭാ ചെയർമാൻ PM ലാജി എക്സ്പോ ഉദ്ഘാടനം നിർവഹിച്ചു. വർക്കലയിൽ ഭീമയുടെ ഒരു ഷോറൂം ഇല്ല എന്നുള്ളതാണ് വ്യത്യാസമായിട്ടുള്ളത്. തൊട്ടടുത്ത് ആറ്റിങ്ങലും തിരുവനന്തപുരത്തും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാലും വർക്കലയിൽ ഉള്ളവരാണ് ഭീമയുടെ കൺസ്യൂമേഴ്സ് എന്നുള്ളത് ഭീമയ്ക്ക് ധൈര്യമായി ഉറപ്പുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ വർഷം തോറും പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് വിപണന മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വർക്കലക്കാരെ നിരന്തരം സമീപിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വർക്കലയിലുള്ള സ്വർണ്ണ വ്യാപാരത്തിന് താല്പര്യമുള്ള എല്ലാ സഹൃദയർക്കും ഒരവസരം ഒരുക്കിക്കൊണ്ട് ഭീമ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ചുരുക്കുന്നു. ഭീമ ജ്വല്ലറി അനാവരണം ചെയ്ത ശ്രീ പത്മനാഭസ്വാമി വിഗ്രഹം എക്സ്പോയിൽ പൊതുജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എക്സ്പോ ഇനോഗ്രേഷൻ ചെയ്യാനെത്തിയ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ഗായത്രി മേമനും ആദ്യമായി നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മുനിസിപ്പൽ ചെയർമാൻ, റോസ് പെറ്റൽസിന്റെ നമ്മുടെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പ്രൊമോഷൻ തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും സാന്നിധ്യമായിക്കൊണ്ടിരിക്കുന്ന ഷിജി മാം, അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിന്റെ ഓണർ, പ്ലസ് നമ്മുടെ വാത്സല്യ ഫൗണ്ടേഷന്റെ മാം, എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമായി നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ്, എല്ലാ വർഷത്തെ പോലെയും ഈ വർഷവും നമ്മളെ ഈ 1, 2, 3 ദിവസങ്ങളിലാണ് പ്രോഗ്രാം ഉള്ളത്. അത് തന്നെ നമ്മുടെ ഷോറൂമിലും ഇതേ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. എല്ലാവരും ഈ ഓഫറിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എത്തിച്ചേർന്ന എല്ലാ കസ്റ്റമേഴ്സും ഒന്നുകൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റോസ് പെറ്റൽസ് ജോഷി, കിങ്സ് ഓഡിറ്റോറിയം മാനേജിംഗ് ഡയറക്ടർ മോഹനൻ, ഭീമ ജ്വല്ലറി കോർപ്പറേറ്റ് ജനറൽ മാനേജർ കണ്ണൻ, അസിസ്റ്റന്റ് ഷോറൂം മാനേജർ വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടക്കം
ഇന്നിപ്പോൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായിട്ട് മാറിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മെയിൻ റീസൺ ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് നിങ്ങളെപ്പോലുള്ള കസ്റ്റമേഴ്സിൻ്റെയും പിന്തുണയും പ്രാർത്ഥനയും സപ്പോർട്ടും കൂടിയാണ്. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ഇനി 100 കൊല്ലം കൂടെ നിങ്ങളെയൊക്കെ സെർവ് ചെയ്യാനുള്ള കരുത്തും ഒക്കെ ദൈവം ഞങ്ങൾക്ക് തരണം. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഭൂമിയിലെ സ്റ്റാഫ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് ഞങ്ങളുടെ 100-ാം വർഷം ആഘോഷിക്കുകയാണ്. ഇനിയും ഞങ്ങൾ 1 വർഷം കൂടെ ഈ ആഘോഷങ്ങൾ നീട്ടുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സ്ഥാപനം 1 വർഷം 2 വർഷം ഇല്ലെങ്കിൽ 5 വർഷം കൊണ്ടുപോകാൻ മാത്രം എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. ലോകത്തിൽ ഏത് ഭാഗത്തായാലും ബിസിനസ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അതും ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം. ഞങ്ങള് 3-ാമത്തെ തലമുറയുടെ കൂടെ അല്ലെങ്കിൽ 4-ാമത്തെ തലമുറയുടെ കൂടെയാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. 3 തലമുറ ഞങ്ങൾക്ക് ഒരുമിച്ച് ജോലി ചെയ്യാൻ പറ്റി. ഭീമോട്ടർ സ്ഥാപിച്ചു. അതിനുശേഷം ഞങ്ങളുടെ ഗോവിന്ദൻ സാറ് ട്രിവാൻഡ്രത്തേക്ക് വന്നു. സുഹാസ് സാറും ഗായത്രി മാഡവും ഇത് ഏറ്റെടുത്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ 4-ാമത്തെ ജനറേഷനായ നവ്യ മാമിന്റെ കൂടെയാണ് ഞങ്ങൾ ഇപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ വളരെയധികം സന്തോഷം പറയുന്നത് മാഡം പറഞ്ഞ പോലെ ഇതിലെല്ലാം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിനോടാണ്. നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾക്ക് ഈ ഇങ്ങനെ എക്സ്പോ അദ്ദേഹം സാറ് പറഞ്ഞായിരുന്നു വർക്കലയിൽ ഒരു ഷോറൂം തുടങ്ങണമെന്ന്. ഭീമയുടെ പ്രത്യേകത ഏത് നാട്ടില് നമ്മൾ ഷോറൂം തുടങ്ങുകയാണെങ്കിലും അവിടുത്തെ ആളുകളെയാണ് നമ്മൾ ജോലിക്ക് തന്നെ ആദ്യം നോക്കുന്നത്. അതിനുശേഷമേ ഉള്ളൂ മറ്റുള്ളവരെ ഞങ്ങൾ പ്രിഫറൻസ് കൊടുക്കാറുള്ളൂ. അപ്പോ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനമാണ്. അങ്ങനെ ഭീമ ഓരോ സ്ഥലത്ത് വരുമ്പോഴും ആ നാടിനും ഞങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ, ഭീമയുടെ ഒരു കോൺട്രിബ്യൂഷൻ അവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഭീമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ചെറിയ സംരംഭമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പല ജ്വല്ലറികളും ഇപ്പോഴാണ് നമ്മൾ അതിന്റെ പേര് കേട്ട് തുടങ്ങിയത്. പക്ഷേ നമ്മുടെ തന്നെ എന്റെയൊക്കെ ചെറുപ്പത്തിലെ തന്നെ ഭീമ ജ്വല്ലറി എന്ന് പറയുമ്പോൾ വിശ്വസ്തയോടുകൂടി ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ട് തന്നെയാണ് അന്ന് തൊട്ടേ ആൾക്കാർ കണക്കാക്കിയിട്ടുള്ളത്. ഭീമയിൽ നിന്ന് വാങ്ങിയ സ്വർണമാണോ അത് ഓക്കെ 100% ഗ്യാരണ്ടി എന്നുള്ള രീതിയിലാണ് പണ്ട് മുതൽക്കേ ആൾക്കാർ കണ്ടിട്ടുള്ളത്. അപ്പോ ഭീമയുടെ 100-ാം വർഷത്തോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങിലും ഇപ്പോഴും ഒക്കെ എന്നെ ക്ഷണിച്ചതിന് വളരെ അഭിമാനമുണ്ട്. ഭീമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. പിന്നെ ഭീമയിലെ സ്വർണത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഏറ്റവും ഗ്യാരണ്ടിയുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്യൂരിറ്റിയുള്ള സ്വർണമാണ് നമുക്ക് ഭീമയിൽ നിന്ന് ലഭിക്കുന്നത്. ഭീമയുടെ സ്വർണവും ഭീമയുടെ കളക്ഷൻസിനൊക്കെ ഒരു വലിയ ഫാനാണ് ഞാൻ. തീർച്ചയായും ഗോൾഡ് വാങ്ങുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് ഭീമ തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, ട്രസ്റ്റ്. ഞങ്ങള് ഇവിടെ ഇല്ല, യുഎയിലാണ്. യുഎയിൽ അറിയാലോ ഭീമയ്ക്ക് ഒരുപാട് ഷോറൂംസ് ഉണ്ട്, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഞങ്ങൾ അവിടെ പോകാറുണ്ട്, വാങ്ങാറുണ്ട്. മിക്ക എന്റെ ദേഹത്തുള്ളതെല്ലാം ഭീമയിൽ നിന്നുമാണ്. വൈഫാണ് മിലിയും ഭീമയുടെ ഒരു ആരാധികയാണ്. 50% വരെ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ കിഴിവും 15,000 രൂപ വരെ ഡയമണ്ട് കാരറ്റിന് കിഴിവും തിരഞ്ഞെടുത്ത സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലി ഇല്ലാതെയും എക്സ്പോയിൽ നിന്നും സ്വന്തമാക്കാം. എക്സ്പോ ഓഗസ്റ്റ് 3-ന് സമാപിക്കും. ബിസിനസ് ഡെസ്ക്, തലസ്ഥാന വാർത്തകൾ.